ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കവിയായിലുള്ള ഹൊക്കൈഡോ ഫ്ലവർ പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ അഡൽട്ട്സിന് 150 ബാട്ടും 6 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 50 ബാട്ടും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്. നമുക്കിപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഡിസ്കൗണ്ട് കൂപ്പൺ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഐസ്ക്രീം വാങ്ങാം 10 ബാട്ടിൻ്റെ. അപ്പോൾ അതിനൊരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ കഫേയിൽ 20 ബാട്ട്, പിന്നെ ഡൈഫ്കു 20 ബാട്ട്. അപ്പോൾ റെൻ്റലായിട്ട് വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ 50 ബാട്ട് കിട്ടും. ഇതാണ് കൂപ്പൺ കിട്ടി നമുക്ക്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. കൂടെ നടക്കാം. എനിക്ക് ജലദോഷമാണ്. അപ്പം ഞങ്ങൾ കവിയായി ഫ്ലവർ പാർക്കിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ മൊത്തം ഫ്ലവറാണ്. പർപ്പിൾ പിങ്കും കൂടെ എടുക്കലമ്മ. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഓരോ സ്ഥലത്ത് കയറി നിന്ന് നമുക്ക് ഭംഗിയുള്ള പിക്സ് എടുക്കാൻ പറ്റും. നല്ല ക്ലൈമറ്റുമാണ്, നല്ല തണവുണ്ട്. ഒരു 23-24 ഡിഗ്രിയിൽ തണവുണ്ട്. അപ്പോൾ അതായത് വെയിലുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് അറിയണില്ല. ഞാന് ഞാൻ ടിക്കറ്റൊക്കെ കുച്ചിനെ എടുത്തിട്ട് പോകണേട്ടാ. ഞാൻ എൻ്റെ കുച്ചിനെ എടുത്തിട്ട് കൊണ്ടുപോകട്ടെ. എൻ്റെ കുച്ചിനെ എടുത്തിട്ട് കയറ് ഉപ്പിൻ്റെ കയറത്തിൽ പുറത്ത് വെയിലുണ്ട് കുഞ്ഞോ. ഇപ്പം വെയിലായി തുടങ്ങിയിട്ടാ. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും. Tama yan Japanese. കുറേ നമുക്ക് നടന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ബസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്തിരി ദൂരമൊക്കെ നടക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ബസ് എടുത്തിട്ട് നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്കവിടെ ഹോട്ട് ബലൂൺസൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വിൻഡ് മില്ല്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
നമുക്ക് അവിടെയൊക്കെ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ലൊരു സ്പേസ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു വർത്തായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് 150 ബാട്ടിന് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഐസ്ക്രീമോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ അവർ ഡിസ്കൗണ്ടൊക്കെ തരും കേട്ടോ. ഇത്രയും വലിയൊരു സ്ഥലത്ത് അവർ എന്ത് ഭംഗിയിലാണ് സെറ്റ് ചെയ്തേക്കണേന്നറിയോ. അവർ നല്ല ഭംഗിയിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇവിടെ ചെമ്മരിയാട് അതുപോലെ താറാവുകൾ ഒക്കെ ഉണ്ട്. നമുക്ക് അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും നമുക്ക് പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. മനസ്സിന് തന്നെ ഒരു നല്ലൊരു കുളിർമയാണ് പൂക്കൾ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഓരോരോ ഫ്രെയിമിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഒരു 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഒരു വെയിലൊക്കെ കുറഞ്ഞ് നല്ല അസ്തമയ സൂര്യൻ്റെ ആ ഒരു വെയിലൊക്കെ കിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഫോട്ടോസൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയായി നമ്മൾ എത്തിയപ്പോൾ ഒരു 1:30-2 മണി എത്തിയപ്പം. അപ്പോൾ നമുക്ക് ഭയങ്കര വെയിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ടയേർഡായി. അപ്പോൾ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്സ് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ വെയിൽ കൊണ്ട് ടയേർഡായി. അതെ, നദികുട്ടി ഭയങ്കര ടയേർഡായി വെയിൽ കൊണ്ടിട്ട്. കാരണം ആ ഒരു ഉച്ചക്കലത്തെ വെയിലല്ലേ, അതുകൊണ്ട് മാക്സിമം ആ ഒരു സമയം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ നേരത്തെ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-4:30 കൂടിയിട്ട് വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കൗയായിൽ ഇപ്പോൾ കുറേ ഫ്ലവർ പാർക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ ഒരു ഫ്ലവർ പാർക്ക് കൗയായിലത്തെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഫ്രീ ഒക്കെ കിട്ടുമ്പോൾ ഒരു വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് കാണണം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുന്നതിന് താങ്ക് യു സോ മച്ച്.